ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടുക്കള ടിപ്സുകളും കുറച്ച് ട്രിക്കുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയണതും അറിയാത്തതും ഒക്കെ ആയിട്ടുള്ള ടിപ്പുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി എന്താ പാടുന്നത് നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ അതാ നമ്മൾ ഉരുളൻകിഴങ്ങ് ഇപ്പം എല്ലാവർക്കും എല്ലാ ആവശ്യമുള്ള സാധനമുള്ള കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനും ഒക്കത്തിനും. അപ്പം ഉരുളൻകിഴങ്ങ് കുറച്ച് അധികം ഉരുളൻകിഴങ്ങ് നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം ആ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വലിയ ഉരുളൻകിഴങ്ങൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കേടുവരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ കേടൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കിങ്ങാണ്ട് പിന്നെ കഴുകണില്ല കേട്ടോ. കഴുകിയാൽ ചീഞ്ഞു പോകും. അപ്പോൾ നല്ലൊരു ബോക്സിലാക്കിങ്ങാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ ഒന്നൊക്കെ മുളക്കും, അല്ലെങ്കിൽ ചീഞ്ഞു പോവും, അതിനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊരു 3-4 ഉരുളൻകിഴങ്ങ് നന്നായി വേവിച്ച് കാരണം നല്ല വേവണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നന്നായിട്ട് ഉടച്ച് വെച്ചിക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയ റെസിപ്പിയാണിട്ടത്. ഇനി ചോറിൻ്റെ ഒപ്പം ഈ ഒരൊറ്റ കൂട്ടാൻ മതിയേനു. അപ്പോൾ ഇതാ നമ്മൾ ഒരു വലിയ ഉള്ളി ഒന്ന് അരിഞ്ഞുകാണ്ട് ചട്ടിയിലിട്ടുകാണ്ട് ഒന്ന് വയറ്റാണ് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് വയറ്റാണ്. അതിലേക്ക് ഒന്നായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഓരോ സ്പൂൺ ഇട്ടാൽ, പിന്നെ ഗരം മസാലപ്പൊടി അത് മസ്റ്റാണ്, അത് ഉറപ്പായിട്ടും വേണം. അപ്പോൾ അതൊക്കെ ആയിക്കിട്ട് കൊടുത്തുകാണ്ട് നന്നായിട്ട് വയറ്റിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡി ആയിട്ടോ. റെഡിയായി. ഇനി നമ്മൾ ലേസം ഉലുവ ഇല ഉണ്ടല്ലോ, കസ്തൂരി മേത്തി, അത് പിന്നെ കുറച്ച് അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടതിന്. അപ്പോൾ അതാ ഈ നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതിന് നടുങ്ങനെ ഒരു കുണ്ടാക്കിക്കാണ്ട് കുറച്ച് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളി ഉണ്ടെങ്കിൽ കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ആ തൈര് ഒഴിച്ചുകാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഇതുകൊണ്ടുണ്ട് കവർ ചെയ്യുക. അപ്പോൾ ഇത് പിന്നെ അടുപ്പത്ത് വെക്കുക ഒന്നും ചെയ്യാനില്ല. ഒക്കെ ഒന്നുണ്ട് കവർ ചെയ്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇപ്പോൾ ഉരുളക്കിഴങ്ങിനൊക്കെ വലിയ വില ഇല്ലാതെ ഉരുളക്കിഴങ്ങിൻ്റെ സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടത്. അപ്പോൾ ചോറിൻ്റെ ഒപ്പമൊക്കെ ഒരൊറ്റ കൂട്ടാൻ മതി. ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞ സാധനങ്ങൾ മിമ്മം കൂട്ടണം, എന്നെങ്കിൽ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. പിന്നെ ഇനി രണ്ടാമത്തെ ട്രിപ്പ്, ഇപ്പോൾ ഈ അമൃതം പൊടി ചെറിയ മക്കളുള്ളടത്തൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലോ. നമ്മളെ കേരള സർക്കാരിൻ്റെ അമൃതം പൊടിയാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ടാണ് കിട്ടേണ്ടത്. കുട്ടികൾക്ക് അതിനകത്തൊന്നും വേണ്ട. കുട്ടികൾക്ക് ഒരു പാക്കറ്റൊക്കെ മതിയാവും. ഇത് 5-6 പാക്കറ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സാധനം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വേറെ കുട്ടികൾക്ക് ഒക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ അതാ ഞാനൊരു 2 പാക്കറ്റ് എടുത്തുകൊണ്ട് പിന്നെ ഒഴിച്ചതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ച്, കട്ട ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഉടച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ അതാ ഒരു മുറി തേങ്ങ, ഒരു മുറി ഒഴിവല്ല കേട്ടോ. ആ തേങ്ങ അടുപ്പ് വിളിച്ചുകൊണ്ട് നന്നായിട്ട് വറുത്തുക്കണം, കുറച്ച് എള്ളു ഇട്ടുകാണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈ പൊടി വറുത്തതിന് ശേഷം ഈ പൊടി ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നുകൂടി വറുക്കുക. ഇനി നെയ്യ പിന്നെ എന്താ പറയുക മുട്ട ഒക്കെ കൂട്ടണതിലൊക്കെ കൂട്ടട്ടോ. അപ്പോൾ നമ്മളെ മോന് പറഞ്ഞാൽ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനത്തിനോടൊക്കെ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഓൻ പിച്ചൽക്ക് വറുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗ്യാസ് വെച്ച് കുറച്ച് വറുത്തതിന് ശേഷം അടുപ്പും വലിച്ചുകൊണ്ട് ഒന്ന് നമ്മൾ ചോറെന്താ അടുപ്പാട്ടോ, ആ കണൽമേൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വറുത്താൽ മതി. എന്നാലേ നന്നായി വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ചായ കൂട്ടാനും ഒക്കെ പറ്റിയൊരു കടിയാണ് കേട്ടോ. എണ്ണക്കടീൻ്റെ പേടിയിട്ടില്ലാനും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ചെറിയ മക്കളുള്ള വീട്ടിലൊക്കെ ഒരുപാട് പൊടി കിട്ടുന്നുണ്ട്. വേസ്റ്റാക്കാൻ പാടില്ല. വേസ്റ്റാക്കാതെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ എന്തെങ്കിലും കാട്ടണമെങ്കിൽ കൊടുത്തൂടെ നമുക്ക്. വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ത് സാധനമായാലും. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ല ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത ടിപ്പ് എന്താണെന്നറിയാമോ, നമ്മൾ ഈ പുളിയാണിട്ടത്. അപ്പോൾ പുളി നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ അച്ചുപുളി, ഈ പരന്ന അച്ചുപുളി ഉണ്ടല്ലോ, ആ പുളി ആയാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അതിനൊരു പാറ്റ ഇങ്ങനെ പൊടിയിൽ തുടങ്ങും. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങുക. അതാണ് നമുക്ക് ആദായം കേട്ടോ. ഈ പൊടിച്ച വാങ്ങണേക്കാട്ടിയും കുറച്ച് കൂടുതൽ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ആദായം കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടത്. അപ്പോൾ അത് ഇനി എന്താ ചെയ്യേണ്ടിയിരുന്നത്, അതിങ്ങനെ നന്നായിട്ട് ഉടക്കട്ടാ.
അങ്ങനെ പിച്ചിണ്ട് ഉടച്ചിട്ടിട്ട് നമ്മൾ കുറച്ചെണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇനി ഇതിക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അത്യാവശ്യം നല്ല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പുളി ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് കാലം ഈ പുളി ഇങ്ങനെ ഉപ്പിട്ട് കാണ്ട് നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഇരട്ടിയാക്കി കാണ്ട് ആ പുളി കിട്ടും കേട്ടോ. അത്രയും കാലം നമുക്ക് ഉപയോഗിക്കാം. പുളി വെച്ചിട്ട് നല്ല വിലയല്ലേ അപ്പോൾ നമ്മളെ ആവശ്യത്തിന് ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടത്. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാൽ ഇങ്ങോട്ട് പിന്നെ ഭരണിയൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ മൂട് കീറിയ പൊട്ടിയ നമ്മൾ ഒഴിവാക്കിയ ചട്ടി ഉണ്ടാവുമല്ലോ, അതേപോലത്തെ ചട്ടി. അപ്പോൾ അതിക്ക് ഇതിൻ്റെ മൂട് കീറിയതാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇതിക്ക് ഇട്ട് കൊടുക്കണം. നല്ല ഉപ്പിട്ട് കുഴക്കണം കേട്ടോ. എന്നെങ്കിലേ ആ പുളി നമുക്ക് ഇരട്ടിയായി നമുക്ക് ലാഭം കിട്ടുള്ളൂ. ഒരുപാട് കാലം ഉപയോഗിക്കും ചെയ്യാം. അപ്പോൾ ഇനി ഒരു കവറോ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും എടുത്ത് കെട്ടിയാൽ മതി. അപ്പോൾ പിന്നെ ഒന്നും ഇതാവില്ല. നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പം ഇനി നമ്മൾ ഈ ഇനി നമുക്ക് ഞാൻ കുറച്ച് എടുത്ത് വെച്ചില്ലേ, അതൊന്ന് വെള്ളം പാർന്നുകാണ്ട് ഒന്നിട്ട് കൈകി എടുത്തുകൊണ്ടോ. അത് വെള്ളം പാർന്ന് എടുത്താൽ മതിയല്ലോ, ഞാൻ പുളിയൊക്കെ പോവും. അപ്പോൾ അത് നമ്മൾ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം വേണ്ട ഒഴിച്ച് കൊടുത്തുകാണ്ട് ആ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് കൈയിട്ട് കുളുമ്പാൻ തക്കത്തിലും ആയതിൻ്റെ ശേഷം നമ്മൾ കൈയോട് നന്നായിട്ട് കിളുമ്പി എടുക്കട്ടോ. മറ്റേ നമ്മളിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഡെയിലി എടുക്കും, ബാക്കി അവിടെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ എൻ്റെ ഫ്രിഡ്ജൊക്കെ നന്നാക്കുമ്പോൾ ഒരുപാട് പുളിയിട്ട് ഓരോരോ പാത്രങ്ങൾ കിട്ടും. കാണാതായ പാത്രം മുഴുവനും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടൽ. ഇതിങ്ങനെ പുളി കുറച്ചുണ്ടാവും. അപ്പോൾ അത് കൊണ്ടുപോയേക്കും. അപ്പോൾ പിറ്റേന്ന് അത് കാണില്ല. അപ്പോൾ പിന്നെ വേറെ എടുക്കും. അങ്ങനെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം എനിക്ക് നല്ലൊരു ആക്കം തോന്നിയിട്ടുണ്ട്. അതാ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത്. അപ്പോൾ അത് നല്ലാണ്ട് പുഴിഞ്ഞെടുക്കട്ടോ. പുഴിഞ്ഞെടുത്തിട്ട് ഒരു 2-3 വെള്ളത്തിലാക്കി കണ്ട് കുറേശ്ശെ വെള്ളത്തിൽ നന്നായിട്ട് പുഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പം ഇനി രണ്ടാം വട്ടം ഒന്നും കൂടി കുറച്ച് വെള്ളമാക്കി കണ്ട് ഇനിയും പുയ്യട്ടോ. അപ്പം എന്നാൽ ഫുള്ളായിട്ട് പോന്ന് കിട്ടും. അപ്പം നമുക്ക് അതുകൊണ്ട് പണിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കൊന്നും ഇപ്പോൾ ആരും ചെയ്യണില്ല. പിന്നെ ലൈക്ക് ആർക്കും ഇടേണ്ടിയെന്നൊന്നും ആർക്കും അറിയില്ല. ലൈക്ക് പാവപ്പെട്ട ആൾക്കാർ വീഡിയോ ചെയ്താൽ ആരും ലൈക്ക് തരണില്ല. അല്ലാത്തവർക്ക് പാത്രങ്ങൾ നന്നായാൽ ലൈക്ക് കൊടുക്കും, അടുക്കള നന്നായാൽ ലൈക്ക് കൊടുക്കും. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ആരും ലൈക്ക് തരണില്ല. എന്താണെന്നാവാം നമ്മളെ കാലക്കടയ്ക്കും. അപ്പോൾ തന്നെ നമ്മൾ 1-2 വട്ടാക്കിക്കാണ്ട് പിഴിഞ്ഞുകാണ്ട് അരിപ്പിയിൽ അരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. പുളി ആരും അരിക്കലൊന്നുമില്ല. നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ അരിച്ചലല്ലേ, അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഒന്ന് അരിച്ച് നോക്കിയതാണ്. അപ്പോൾ വില കിട്ടണില്ല. പിന്നെ ഞാൻ അച്ചൽക്കന്നെ ഒഴിച്ചിട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഒരു 2-3 വട്ടാക്കിക്കാണ്ട് ആക്കിക്കണേ. അപ്പോൾ ഒരു കുപ്പി ബോട്ടിലാക്കിക്കാണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി കേട്ടോ. എന്നാൽ നമുക്ക് കുറേശ്ശെ അങ്ങനെ എടുത്താൽ മതി. കുപ്പിയാൾ കൊണ്ടാണ് നല്ലത്. ഞാൻ ഫൈബറിൻ്റെ അയച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിക്കാണ്ട് പിന്നെ നമ്മളെ ഐസ് വെക്കണതുണ്ടല്ലോ, അതിലും കുറേശ്ശെ ആക്കി വെച്ചാൽ ഐസ് അതിൻ്റെ രസം അതുകൊണ്ട് എടുത്തുകാണ്ട് നമുക്ക് പിന്നെ വേറൊരു ബോട്ടിൽ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലല്ല ഒരു പെട്ടിയിലാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുക. 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇനി ഇതില്ലെങ്കിൽ പിന്നെ ചെറിയ കുപ്പി മൂടിയിൽ എന്നാൽ പിന്നെ കുറേശ്ശെ ചിലപ്പോൾ നമുക്ക് കുറച്ച് മതിയാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കുപ്പി മൂടിയിലാണ് ഉണ്ടാക്കി വെക്കൽ. അപ്പം ഞങ്ങൾക്ക് ചൂടാറി തണുത്തിൻ്റെ ശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.